10 കുപ്പി അച്ചാറിന് തുടങ്ങി. കേട്ടാ സുലോചനക്കാ? ഓ കേട്ടാ ഞാൻ പറഞ്ഞത്? ഇല്ല. അല്ല ഞാൻ പറയായിരുന്നേ, 10 കുപ്പി അച്ചാറിന്ന് തുടങ്ങിയതാണ് നമ്മുടെ ഈ സുരഭി പിക്കിള്. 10 എന്നുള്ളത് പിന്നെ 50ആയി, 100ആയി, 1000 കഴിഞ്ഞ് അങ്ങനെ പോണ്. നിങ്ങളാണ് കേട്ടാ ഇതിന്റെ വിജയം. ചന്ദ്രാസത്തിലെ കൊച്ചമ്മ ഇത് അറിഞ്ഞപ്പോ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ? ഓ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില്ലറ പ്രശ്നങ്ങളില്ലാത്തത് എവിടെയാണ്? പിന്നെ ഞാൻ പണ്ടേ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വിൽക്കണമെന്ന്. അന്ന് നമ്മുടെ അടുക്ക പൈസ ഇല്ലല്ല. പിന്നെ ഗവൺമെന്റ് വന്ന് നമ്മുടെ വീടും പറമ്പും ഏറ്റെടുത്ത് പൈസ കിട്ടിയ ഉടനെ പിന്നെ ഞാൻ നോക്കിയില്ല, അപ്പൊ തന്നെ അങ്ങോട്ട് തുടങ്ങി. അതുകൊണ്ട് നമ്മൾ 5-6 കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഓ എനിക്കറിയാല്ല ഭർത്താവ് ഇല്ലാതായ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്തിനാന്ന്. സുരഭിയുടെ അച്ഛൻ പോയപ്പോഴാണ് അതിന്റെ വില എനിക്ക് മനസ്സിലാവേണ്ടത്. പാവം അങ്ങൊരു ഭയങ്കര പാവമായിരുന്നു കേട്ടാ. 2 ദുശീലേ ഉള്ളു, ഒന്ന് കണ്ടുപിടിക്കും, 2 പാട്ട് പാടും. എന്നാലും എന്നോട് മോളോട് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടാ. ആടെ പെണ്ണു വന്നല്ല. അയ്യോ എന്റെ കൊച്ചു ക്ഷീണിച്ചേട്ടാ. മോളെ ഇങ്ങനെ ഓട്ടോയിലൊക്കെ വരാൻ നിക്കല്ലേ, ഒരു കാറൊക്കെ വാങ്ങണം. അയ്യോ ഈ മാസം ഒരെണ്ണം വാങ്ങിക്കാൻ ഇരിക്കണേണ് കാറ്. വാ. ആ അമ്മ ചുഴലിക്കാട്ടിന്ന് വിളിച്ചിരുന്നു. തന്നെ? അയ്യോ അല്ല കാറ്റല്ല, പത്രം. പത്രത്തിൽ എവക്കടെ വാർത്ത വരാൻ പോണ്. എന്റെ മാത്രമല്ല, നമ്മളെല്ലാരും ഉണ്ട് സുരഭി പിക്കിൾസിന്റെ. വരട്ടെ, വന്നിട്ട് ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടട്ട്. ചന്ദ്രാസം ഒന്ന് കിടുങ്ങണോ അമ്മ? കിടുങ്ങും, ഇത് കണ്ടാ കിടുങ്ങും. ചന്ദ്രഹാസത്തിലെ അടുത്ത കൊച്ചമ്മയായിട്ടെ എന്റെ സുരഭി കൊച്ചു വാഴണം. അതാണ് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം. വാഴണം. ഒരു സത്യം ഞാൻ പറയാം, രംഗണ്ണൻ ഇനി ഒരു തിരിച്ചുവരവില്ല. ഞാൻ നിൽക്കുന്നില്ലണ്ണ, ഞാൻ എന്റെ പാട്ട് നോക്കി പോവാ. അണ്ണന്റെ വഴി, എനിക്ക് എന്റെ വഴി. ശരിയണ്ണ? അണ്ണ എന്നെ ആരൊക്കെ ഈ ഗുണ്ടാപ്പണിക്ക് വിളിച്ചാന്നറിയോ? തെന്മല കറുപ്പയ്യ, തെങ്കാശി വീരപ്പൻ, ഇവരൊക്കെ എന്നെ ഈ ഗുണ്ടാപ്പണിക്ക് വിളിച്ചാ ഞാൻ പോയില്ല. ഞാൻ അണ്ണന്റെ കൂടെ നിൽക്കില്ലായിരുന്നോ? നീ എന്നോട് ഇരുടാ. ഞാൻ അണ്ണന്റെ കൂടെ ഇരുന്നിട്ട് എന്താ ഗുണം? വൈകുന്നേരം ഈ പണി കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കയറുമ്പോഴ് കൊച്ചുങ്ങൾക്ക് പച്ചരി മേടിക്കാൻ എന്തെങ്കിലും കിട്ടണ്ടായോ? അല്ലെ അവളെന്റെ ചെറുക്കിട്ട് കുത്തത്തില്ലയോ? കവലപ്പെടാതറാ. ഞാൻ ഇനി കവല കൂടെ പോയി നിന്നിട്ട് വരാം. ഉനക്ക് പണം കിടക്കും. സുഹാസി അമ്മയെ നാം മുടിക്കും. പതുക്കെ തന്നെ. അമ്മയോട് ലക്ഷ്മി. അമ്മ അകത്തുണ്ട്. മുത്തുണ്ണ ഇപ്പൊ എങ്ങനുണ്ട്? കുഴപ്പമില്ലെന്നായിരിക്കും പറയണത് അല്ലേ? എന്റെ ലക്ഷ്മി, വേറൊരു വലിയ രസം നടന്നു. ഞാൻ മുത്തുണ്ണന്റെ ബില്ല് പേ ചെയ്യാൻ പോയായിരുന്നു. അവിടെ ആരോ അതിന് മുമ്പ് പേ ചെയ്തിരിക്കുന്നു. അതാര്? ഏതോ കാക്കയാണെന്നാ പറയുന്ന. നമ്മുടെ MM ചോയ്സിലെ കരിയും കാക്കയായിരിക്കും. പരുന്താ? ഒന്നും മനസ്സിലാവുന്നുമില്ല. എഴുതി കാണിക്കാം. ഓ അതൊക്കെ എന്താ? പോട്ടെ. അതെ, ആശുപത്രിയിലെ ബില്ല് നമ്മൾ പേ ചെയ്തു എന്ന് പറഞ്ഞാ മതി. അങ്ങേര് പോയി അമ്മയുടെ അടുത്ത് സത്യം പറയും. അതെ, എഴുതി കാണിച്ചോണ്ട് ഇപ്പൊ സത്യം അങ്ങ് പറയാൻ പോവാ. ആരും അറിയാനൊന്നും പോകുന്നില്ല. അല്ല, എന്നാലും അമ്മ എങ്ങാനും അറിഞ്ഞ ഒരെന്നാലും ഇല്ല. അത്യാവശ്യം എനിക്കുള്ള വട്ടച്ചെലവിനുള്ളതൊക്കെ ഒതുങ്ങി കിട്ടുമല്ലോ. എന്നാ വാ. അയ്യോ ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ ഈ യൂണിഫോമും തോക്കും ഒന്നും വേണ്ടെന്ന്. നിനക്കല്ലായിരുന്നോ നിർബന്ധം? എന്തുവാടാ അവനീ പറയുന്നേ? ബാത്റൂമിൽ പോണോന്നായിരിക്കും. ഞാൻ കൊണ്ടുപോവാ. എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. ആ
എഴുതി കാണിക്കാനായിരിക്കും. എഴുത്. ആ 1-2 ദിവസം കൊണ്ട് ശരിയാകുമെന്ന്. അത് മാത്രമല്ല നല്ല റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ. അണ്ണമ്മ ചെന്ന് കിടക്ക്. മതി, ഇനി എന്തോന്ന് പറയാ. അല്ല, അവൻ ഏതാണ്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്ന്. പറ. പേപ്പറൊന്നും കൊടുക്കല്ലേ, വല്ല കവിത എഴുതാനായിരിക്കും. കവിത എഴുതിയാൽ ഞാൻ അവനെ കൊല്ലും, അവനറിയാതെ. കൊച്ചമ്മയെ അപായപ്പെടുത്താൻ ആരോ ശ്രമിക്കുന്നു. ഈ ബിസിനസ് ഒക്കെ ആവുമ്പോഴേ ഇതൊക്കെ സർവ്വസാധാരണമാ. നിന്റെ കൊച്ചമ്മ ഇതെല്ലാം പ്രതീക്ഷിച്ച് തന്നെയാ ജീവിക്കുന്നത്. നീ പേടിക്കണ്ട, പോയി റെസ്റ്റ് എടുക്കുമ്പോ കേട്ടോ. എന്നാ പിന്നെ വാ. ചെല്ലേ, ഞാൻ നോക്കിക്കോളാം.